അപ്പോൾ JD വാൻസാണ് ഈ ആവശ്യം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. വൈകാതെ ട്രംപ് ഇതിൽ തീരുമാനമെടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി അറിയാമെന്നുള്ള റഷ്യ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ പറയുന്ന ആക്രമണം നടത്താൻ ആരായിരിക്കും നിങ്ങളെ സഹായിക്കുക? ഈ യുക്രൈൻ എന്തായാലും ഇത് വെച്ച് ആക്രമണം നടത്താൻ കഴിയില്ല. അപ്പോൾ അമേരിക്കൻ പട്ടാളക്കാരാണോ ഉക്രൈനിൽ വന്ന് ഈ മിസൈൽ അയക്കുക എന്ന് റഷ്യക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയിൽ ഈ പറയുന്ന ദിമിത്രി പെസ്കോവ് എന്ന് പറയുന്ന അവരുടെ ക്രെംലിൻ്റെ വക്താവുണ്ട്, ചോദിക്കുന്നുണ്ട് ഇത് US സൈനികരാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉപയോഗ രീതിയൊന്നും ഉക്രൈനിലെ സൈനികർക്കൊന്നും അറിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസൈലുകൾ വിക്ഷേപിക്കാനായിട്ട് അമേരിക്കയുടെ സഹായമില്ലാതെ ഉക്രൈന് ചെയ്യാനും കഴിയില്ല. ഇല്ലെങ്കിൽ മിനിമം നാറ്റോയിലെ അംഗങ്ങളെങ്കിലും ഇവിടെ എത്തിയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഇത് നേരിട്ടുള്ള യുദ്ധമായിട്ട് റഷ്യക്ക് കണക്കാക്കാൻ കഴിയും, അമേരിക്ക ചെയ്യുന്നതായിട്ട് കണക്കാക്കില്ലെങ്കിൽ നാറ്റോ ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പിനെതിരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും കൂടി ഇതൊരുക്കും. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മോസ്കോയെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം. അപ്പോൾ മോസ്കോയിൽ ആക്രമിക്കുന്നത്. മോസ്കോയെ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതും അമേരിക്കൻ ആയുധം ഉപയോഗിച്ച് മോസ്കോയെ ആക്രമിക്കുകയും അവിടെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പുടിൻ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോളണ്ടിനെ ആക്രമിക്കും. ഉറപ്പാണ് അടുത്ത പോളണ്ടിനെ അടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എസ്തോണിയെ അടിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടിലും ആ യുദ്ധം നടന്നു കഴിഞ്ഞാൽ, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത യുദ്ധം, അടുത്ത് റഷ്യ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പോകുന്നത് നേരെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്. കാരണം റഷ്യയുടെ ഭൂപ്രകൃതിക്കുള്ളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന 2 രാജ്യങ്ങളാണ് ഈ സ്കാൻഡിനേവിയയിൽ അടുത്തടുത്ത് കിടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.